അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊലി കറുത്തിട്ടുള്ള നല്ലതുപോലെ തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നല്ല ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ തൊലി കറുത്ത നേന്ത്രപ്പഴത്തിൽ മാത്രമേ ആരോഗ്യത്തിന് നല്ല ഗുണങ്ങളുള്ളൂ. അപ്പോൾ തൊലി കറുത്തുള്ള നേന്ത്രപ്പഴം 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ നേന്ത്രപ്പഴം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക. ഞാനിപ്പോൾ പീഡിയ സൈസ് 2 തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് ഒരു 1/4 കപ്പ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര എടുക്കാം. ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ്. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഗ്ലാസിന്റെ അളവിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് ശർക്കരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഗ്ലാസിന്റെ അളവിൽ തന്നെ അളന്നിട്ടെടുക്കുക. അപ്പോൾ ശർക്കര ഒന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ കട്ടകളെല്ലാം മാറി ശർക്കര ഉരുകി വന്നോളൂ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ശർക്കരയുടെ കട്ടകളെല്ലാം മാറി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നിറമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയന്ന് കിട്ടും. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പോൾ പഴത്തിൻ്റെ നിറമൊക്കെ മാറി ആയിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ആയിട്ടുണ്ട്. അപ്പം നല്ല പഴുത്തിട്ടുള്ള പഴം എടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയെടുത്തത് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുക്കാവുന്നതാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഗ്ലാസ് അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയത് എടുക്കുക. തേങ്ങയും കൂടെ ആ നെയ്യിൽ കിടന്ന് ഒന്ന് റോസ്റ്റായി വരണം. 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് തേങ്ങ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയുടെ തൊണ്ട് മാറ്റിയിട്ട് ആ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഏലക്ക പഞ്ചസാരയും കൂട്ടിച്ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ചതാണ്, എന്നാൽ മാത്രമേ നല്ലൊരു മണം കിട്ടുള്ളൂ. പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വേണ്ടാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പൊടികളും വേണ്ടാന്നുണ്ടെങ്കിൽ പൊടികൾ ഒഴിവാക്കാം. നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിയും ചുക്കുപൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മണം മാത്രമല്ല, കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. സ്പാച്ചില ഉണ്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി ഉണ്ടോ സ്പൂണും ഉണ്ടോ പഴമെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് പഴം ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഉണക്കമുന്തിരി ചേർക്കാം, ബദാം ചേർക്കാം, കശുവണ്ടി ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, വെറും പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ്. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ ആയിട്ടുള്ള റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത 250 ml കപ്പിന് 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്, ഒരു 2 നുള്ളു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക.
വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. റാഗിയൊക്കെ ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ഗുണങ്ങൾ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. റാഗി കഴിക്കുന്നത് എല്ലുകൾക്കും അതുപോലെ തന്നെ പല്ലുകൾക്കും ഒക്കെ നല്ലതാണ്. എല്ലിന് ബലം കൂട്ടാൻ സഹായിക്കും, വിളർച്ച തടയാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ റാഗിയിൽ കൊഴുപ്പ് കുറവുള്ളത് കൊണ്ട് തന്നെ ദഹനം പെട്ടെന്ന് നന്നായി നടക്കാനൊക്കെ സഹായിക്കും. പിന്നെ ശരീരഭാരം കുറയ്ക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്താനൊക്കെ സഹായിക്കും. സ്കിൻ നന്നായിട്ട് തിളങ്ങാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കരളിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറച്ച് നിർത്താനും ഒക്കെ സഹായിക്കും. അപ്പോൾ അതാ 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ. കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ അരിച്ചൊഴിക്കാതെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് നല്ലതാണ് റാഗി കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ശർക്കര പാനി ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് ശർക്കര പാനി ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. ശർക്കര പാനിക്ക് പകരം വെള്ളം ചേർത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. പാനിൽ നിന്ന് ഇട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. അതുവരെയും ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഉരുള ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ ഉരുള ഉരുട്ടിയെടുക്കുക. ഇനി ഇത് ആവിയേറ്റി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കണം. നമ്മൾ പകുതി കുക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഒരു സ്റ്റീമറിൻ്റെ തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില വെച്ചു കൊടുത്തു. ഇനി ഓരോ ഉരുളകളായിട്ട് വെച്ചു കൊടുക്കാം. ഇതിൽ തട്ടിൽ വേണമെന്നുണ്ടെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ പകുതി കുക്ക് ചെയ്തിട്ടല്ലേ ഇത് ആവിയേറ്റാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് ആവിയേറ്റി എടുത്താൽ മതിയാവും. പകുതി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടിട്ട് നല്ല ഗ്ലേസിങ് എല്ലാം വന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഇഡലി ചെമ്പിൽ നിന്ന് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് ഇതിന്റെ ചൂട് മാറിയിട്ട് ഇഡലി ചെമ്പിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ കുട്ടികൾ അറിയാതെ കഴിച്ചു പോകും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതുപോലെ തന്നെ ചായപ്പലഹാരമായിട്ടും കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ ഇതില് റാഗിയുടെ ആ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്. അപ്പൊ റാഗിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്